أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. തീർച്ചയായും നാം അതിനെ അഥവാ വിശുദ്ധ ഖുർആനിനെ ഒരു വിധി നിർണയ രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ആ വിധി നിർണയ രാത്രി എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ആ വിധി നിർണയ രാത്രി 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രിയിൽ മലക്കുകളും മലക്ക് ജിബ്രീലും അലൈഹിമുസ്സലാം അവരുടെ നാഥന്റെ അനുമതിയോടെ സർവവിഷയങ്ങളെയും സംബന്ധിച്ച ഉത്തരവുമായി ഇറങ്ങി വരുന്നു. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെയും ആ രാവ് സമാധാനമാകുന്നു. ആ വിധി നിർണയ രാവിന്റെ സൗഭാഗ്യം ലഭിച്ചവരുടെയും ഇനിയും ലഭിക്കാനിരിക്കുന്ന മഹാസൗഭാഗ്യശാലികളാകാനും നാഥൻ നമ്മെ എല്ലാവരെയും തുണയ്ക്കട്ടെ. ണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. അഥവാ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടിച്ചവനായ താങ്കളുടെ നാഥന്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ. അവൻ, അതായത് ദൈവം, മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പിണ്ഡത്തിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇഖ്റ വറബ്ബുകൽ അക്രം. താങ്കൾ വായിക്കുക, താങ്കളുടെ നാഥൻ ഏറ്റവും വലിയ ഉദാരവാനാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് അഥവാ വിജ്ഞാനം പഠിപ്പിച്ചവനാണവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവൻ മനുഷ്യനെ അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. വേണ്ട, തീർച്ചയായും മനുഷ്യൻ ധിക്കാരം പ്രവർത്തിക്കുകയാണ്. അർറആഹു ഇസ്തഗ്നാ. അവൻ അവനെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതാണ് അതിന് കാരണം. ഇന്ന ഇലാ റബ്ബിക റുജ്ആ. തീർച്ചയായും താങ്കളുടെ നാഥനിലേക്കാണ്, അതായത് എല്ലാവരുടെയും അവസാന മടക്കം. അറഅയ്തല്ലദീ യൻഹാ. തടയുന്നവനെ നീ കണ്ടില്ലേ? അബ്ദൻ ഇദാ സല്ലാ. ഒരു ദൈവദാസൻ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ. അറഅയ്ത ഇൻ കാന അലൽ ഹുദാ. സാഷ്ടാംഗം നമിക്കുന്ന അദ്ദേഹം നേരായ മാർഗത്തിലാണെങ്കിൽ അവിടുത്തെ ആ സാഷ്ടാംഗ പ്രണാമത്തെ വിലക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് താങ്കൾ കണ്ടുവോ? ഔ അമറ ബിത്തഖ്വാ. അതല്ലെങ്കിൽ അദ്ദേഹം അഥവാ ജനങ്ങളോട് ദൈവത്തിന്റെ കാര്യത്തിൽ, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ ഉപദേശിച്ചെങ്കിലോ? അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ. അതായത് അങ്ങനെ ആ വിലക്കേർപ്പെടുത്തുന്നവൻ സത്യത്തെ കളവാക്കുകയും അവഗണിക്കുകയുമാണെങ്കിൽ ഇനിയും അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് താങ്കൾ കണ്ടിട്ടുണ്ടോ? അലം യഅലം ബിഅന്നല്ലാഹ യറാ. അഥവാ അവന്റെ ഈ ചെയ്തികൾ തീർച്ചയായും അല്ലാഹു കാണുന്നുണ്ടെന്ന് അവൻ അറിയുന്നില്ലെന്നാണോ?
كلا لئن لم ينته لنسفعا بالناصية. അതായത് അവന്റെ ആ മൂഢമായ ധാരണ വേണ്ട. അവൻ അതിൽ നിന്ന് വിരമിച്ചിട്ടില്ല എങ്കിൽ നാം ആ മൂർധാവ് പിടിച്ചു വലിച്ചിഴക്കുക തന്നെ ചെയ്യും. ناصية كاذبة خاطئة. കള്ളം പറയുന്ന, പാപം ചെയ്തു കൂട്ടുന്ന അവന്റെ ആ മൂർധാവ് فليدع ناديه. അന്നേരം അവന്റെ സഭക്കാരെ അഥവാ എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊള്ളട്ടെ. سندع الزبانية. നാം, അതായത് ശിക്ഷകൾ നടപ്പാക്കുന്ന നമ്മുടെ ആ സൈന്യത്തെയും വിളിച്ചുകൊള്ളാം. كلا لا تطعه واسجد واقترب. അതായത് ഒരിക്കലും അരുതേ, നീ അവനെ അനുസരിച്ചേ പോകരുത്. നീ ദൈവസമക്ഷം മാത്രം സാഷ്ടാംഗം പ്രണമിക്കുകയും ദൈവസാമീപ്യം നേടുകയും ചെയ്യുക. പ്രപഞ്ച സൃഷ്ടാവിന്റെ മുന്നിൽ മാത്രം ശിരസ് നമിക്കുന്നവനേക്കാൾ മഹത്വമേറിയവൻ മറ്റാരാണ്? അതാണ് ശരിയായ ദൈവാരാധനയിലൂടെ നാം ആർജിച്ചെടുക്കുന്നതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വത്തീനി വസ്സൈതൂൻ. അത്തിമരത്തെയും ഒലിവുമരത്തെയും തന്നെയാണ് സത്യം. വതൂരി സീനീൻ. സീനാ പർവ്വതം തന്നെയാണേയും സത്യം. വഹാദൽ ബലദിൽ അമീൻ. നിർഭയത്വമുള്ള ഈ മക്കാ നാടിനെ തന്നെയാണേയും സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും സുന്ദരമായ ഘടനയോട് കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ثم رددناه أسفل سافلين. പിന്നീട് നാം അവനെ നീചന്മാരിൽ നീചനായിട്ട് മടക്കുകയും ചെയ്തു. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അപ്പോൾ അവർക്കാകട്ടെ അറ്റുപോകാത്ത പ്രതിഫലമാണുണ്ടായിരിക്കുക. فما يكذبك بعد بالدين. പരലോക ജീവിത രക്ഷാശിക്ഷകളുടെ സത്യാവസ്ഥ ഇതായിരിക്കെ ഇതെല്ലാം മനസ്സിലാക്കി തന്ന ശേഷവും പ്രവാചകരെയും പരലോക പ്രതിഫല നടപടികളെയും കളവാക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് മനുഷ്യ? أليس الله بأحكم الحاكمين. വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച വിധികർത്താവ് അല്ലാഹുവല്ലയോ? അതെ, അതിന് ഞങ്ങളും സാക്ഷിയാണെന്ന് ഈ സൂറത്തിന് അവസാനം നമ്മളും സാക്ഷ്യപ്പെടുത്തുന്നു. ഈയൊരു അധ്യായവും ഈ വിശ്വാസവും തീർച്ചയായും നമുക്ക് വളരെ വലിയൊരു ആത്മീയ ഉന്മേഷമാണ് നൽകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലം നശ്റഹ് ലക സദ്റക്. പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് താങ്കളുടെ ഹൃദയത്തെ നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ? വവദഅനാ അൻക വിസ്റക്. താങ്കളിൽ നിന്നും താങ്കളുടെ ആ ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലദീ അൻഖദ ളഹ്റക്. താങ്കളുടെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞതായ ആ ഭാരത്തെ. വറഫഅനാ ലക ദിക്റക്. താങ്കളുടെ യശസ് നാം താങ്കൾക്ക് ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അപ്പോൾ തീർച്ചയായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുണ്ടാവുക.
إن مع العسر يسرا തീർച്ചയായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുണ്ടായിരിക്കുക. فإذا فرغت فانصب ആകയാൽ താങ്കൾ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത മറ്റൊരു കാര്യത്തിൽ ഏർപ്പെടുക. إلى ربك فارغب അങ്ങനെ താങ്കളുടെ രക്ഷിതാവിൽ തന്നെ താങ്കൾ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുക. അലസതയിൽ മുഴുകി ചുളിവിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാമെന്നതിനെ ഇസ്ലാം പ്രേരിപ്പിക്കുന്നില്ല. നിതാന്തമായ പ്രയത്നവും ദൈവത്തിലുള്ള പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് വിജയനിദാനമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വദ്ദുഹാ പകൽ വെളിച്ചമാണ് സത്യം. വല്ലൈലി ഇദാ സജാ മെല്ലെ മെല്ലെ ഇരുളടയുന്ന രാത്രിയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ നാഥൻ ഒരിക്കലും താങ്കളെ കൈവെടിഞ്ഞിട്ടില്ല, വെറുത്തിട്ടുമില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ കഴിഞ്ഞു പോയ ആദ്യകാലത്തേക്കാൾ വരാനിരിക്കുന്ന അവസാന നാളുകൾ തീർച്ചയായും താങ്കൾക്ക് വളരെ ഗുണകരമായതായിരിക്കും. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ ധാരാളം അനുഗ്രഹങ്ങൾ അടുത്ത് തന്നെ താങ്കളുടെ നാഥൻ താങ്കൾക്ക് നൽകുന്നതാണ്. അപ്പോൾ താങ്കൾ സംതൃപ്തനാകുന്നതുമാണ്. അലം യജിദ്ക യതീമൻ ഫആവാ അല്ലാഹു താങ്കളെ ഒരു അനാഥനായിട്ടല്ലേ കണ്ടത്? അന്നേരം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് അവൻ അഭയമേകിയില്ലേ? വവജദക ളാല്ലൻ ഫഹദാ അവൻ താങ്കളെ വഴിയറിയാത്തവനായും കണ്ടു. അന്നേരം അവൻ താങ്കൾക്ക് നേർവഴി കാണിച്ചു തന്നു. വജദക ആയിലൻ ഫഅഗ്നാ അവൻ താങ്കളെ ദരിദ്രനായിട്ടും കണ്ടെത്തി. അപ്പോൾ അവൻ താങ്കൾക്ക് സമ്പന്നതയേകി. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ അതിനാൽ അനാഥയെ താങ്കൾ അടിച്ചമർത്തരുതേ. വഅമ്മസ് സായില ഫലാ തൻഹർ ചോദിച്ചു വരുന്നവനെ താങ്കൾ ആട്ടിയകറ്റുകയുമരുതേ. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് താങ്കളുടെ നാഥന്റെ അനുഗ്രഹത്തെക്കുറിച്ച് താങ്കൾ വാചാലനാവുക. കഷ്ടനഷ്ടങ്ങൾ ആർക്കും ഒരിക്കലും ശാശ്വതമല്ല. വിജയ സൗഭാഗ്യ പ്രതീക്ഷകളാണ് നമ്മെ ആശ്വാസവിഹായസിലേക്ക് ഉയരാൻ പ്രേരിപ്പിക്കുന്നതും. എല്ലാം ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് അവനത് ഉറപ്പ് നൽകുന്നുമുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. സലാം. താങ്ക്സ്.